കുറച്ച് വെള്ളം ഇരിക്കുന്നുണ്ട് അല്ലേ? നമ്മളിതിലേക്ക് മണ്ണിൻ്റെ കട്ട ഇട്ട് കൊടുത്ത് നോക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞേ? കുമ്പള വരണാണോ? കണ്ടോ? ആ, ഇടയ്ക്കിടയ്ക്ക് ഓരോ കുമ്പള വരുന്ന നോക്കിയേ. അതാ ഒന്നില്ലേ? എവിടെ നിന്നാലും കാണും അല്ലേ? ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്ത് നോക്കാം. കണ്ടോ? കണ്ടോ? അപ്പൊ നമ്മൾ ഇതുവരെ കാണുമ്പോ അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നിയിരുന്നോ? പിടിപിടിങ്ങനെ വരുന്നുണ്ട് അല്ലേ? ആ ഓട്ടയിലൊക്കെ കണ്ടോ കുളു കുളു വരുന്നുണ്ടോ? അപ്പൊ ഈ കട്ട ഇതിപ്പോ ഉണങ്ങിയ ഒരു മൺകട്ട ഞാൻ എടുത്തോണ്ട് വന്നെയാണ് അല്ലേ? അത് ഞാൻ വെള്ളത്തിലിട്ട് നോക്കിയപ്പോ നിങ്ങൾക്ക് കാണാനുണ്ട് കുമിളകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഓരോ ഭാഗത്ത് കുമിള വരുന്നത് അതിന്റെ അർത്ഥം എന്താണ്? അത് വായുവാണ്, മണ്ണിന്റെ ഉള്ളിലുള്ള എയറാണ് അല്ലേ? ആ ഓരോ ഭാഗത്തെ എയർ ഇങ്ങനെ പോന്നിട്ട് അവിടേക്ക് വെള്ളം അങ്ങോട്ട് കയറുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് വീണ്ടും വീണ്ടും എയർ ഉള്ളത് ഇങ്ങനെ വരികയാണ്. അതാ വിട്ട് വിട്ട് വരുന്നത് കണ്ടോ? ഇടയ്ക്ക് കഴിഞ്ഞിട്ട് പിന്നെയും കേട്ടോ ഇപ്പോഴും വരുന്നുണ്ട്. കണ്ടില്ലേ? കാണുന്നുണ്ടോ? സിയ കാണുന്നുണ്ടോ? സിയക്ക് എന്താ കാണുന്നത്? എന്താ കാണുന്നത്? ആ കല്ലും കല്ലിട്ടപ്പോ എന്താ വന്നേ? ബബിള്. ആ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, ബബിള് അല്ലേ? അപ്പൊ ഈ ബബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ? ഇതിനി പെട്ട് കഴിഞ്ഞാൽ എന്താവും അറിയില്ല. കാരണം ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ? നോക്കൂ നോക്കൂ, അതിന്റെ മുകളിൽ നിറച്ച് കുമ്പളകൾ വരുന്നത് കാണാല്ലേ? എവിടുന്നാന്നില്ല, അതിന്റെ ഉള്ളിൽ എവിടൊക്കെ വായു ഉണ്ടോ ആ വായു ഒക്കെ എന്ത് ചെയ്യും? മുകളിലേക്ക് വരും അല്ലേ? എവിടുന്നാ വരുന്നത് അറിയുന്നില്ലേ? ഇതിപ്പോ നമ്മൾ എത്ര ചെറുതിട്ട് കൊടുത്താലും അതിനകത്ത് എന്തുണ്ട്? നമുക്ക് ഇപ്പോഴത്തെ സ്ഥലം കഴിയാറായി അല്ലേ? ആ കുമിളകള് നിറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്? കുമിളകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇനി എല്ലാവരും കൂടി അത് ഇപ്പം ലെവലാക്കും. ഇനി അതിൽ സ്ഥലമില്ല ഇടാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മണ്ണിൽ എന്തുണ്ട്? മണ്ണിൽ എന്തുണ്ട്? മതി മതി മതി. മണ്ണിൽ എന്തുണ്ട്? ഇത് നമുക്ക് എന്താ മനസ്സിലാക്കുക? കുമിളകളുണ്ട്. ആ കുമിളകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം. മണ്ണിലുള്ള വായു. അപ്പം മണ്ണിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വായു ഉണ്ട് അല്ലേ? ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ? എന്നാൽ പോയിരിക്കേ.